നമ്മുടെ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഫുൾ പാർട്ടായിട്ട് അപ്ലോഡ് ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് പാർട്ട് കാണുന്നത് സെക്കൻഡ് പാർട്ടും കാണാൻ മറന്നു പോകരുത്. അപ്പം ഞാൻ ഈ സാധനമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാം. അങ്ങനെ നമ്മൾ മുഖം കഴുകിയിട്ട് വന്നിരിക്കുന്നു. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. ഓക്കെ, മീൻസ് ഓവറായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല. ജസ്റ്റ് കോമ്പാക്റ്റ്, പൗഡർ, ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെയാണ്. ഇത്രേ ചെയ്യുന്നുള്ളൂ. വേറെ ഫൗണ്ടേഷൻ ആ സംഭവമൊന്നുമില്ല, ചെയ്യുന്നില്ല. ടീച്ചർ ചിലപ്പോൾ ഓടിക്കാൻ വഴിയുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ഇന്ന സ്കൂളിലെ കുട്ടികളാണ് എന്ന് പറയണമല്ലോ. അവരെ കൊണ്ട്, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമല്ലോ. ഇത് ഇന്ന സ്കൂളിലെ കുട്ടികളെ അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞു. അതിനാണ് മര്യാദയ്ക്ക് മുടിയൊക്കെ കെട്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഓവർ മേക്കപ്പും അതിൻ്റെ കൂടെ വേണ്ടല്ലോ, സിമ്പിൾ മേക്കപ്പ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് വരാം. കോമ്പാക്ട് ഇട്ടു. ഇനി നമുക്ക് പൗഡർ ഇടാം. ഞാൻ ക്യൂട്ടിക്കൂറയുടെ പൗഡറാണ് ഇടുന്നത്. എനിക്ക് ആക്ച്വലി അത് ഇഷ്ടമല്ല. എനിക്ക് ഡാസ്ലറിനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ അമ്മയാണെങ്കിൽ പൗഡറെല്ലാം വാങ്ങിത്തരാറ്. പക്ഷെ അമ്മ ഇതേ വാങ്ങാറുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പൗഡർ ഇത്, എനിക്കിഷ്ടമില്ലാത്ത പൗഡർ. പിന്നെ വാങ്ങിച്ചോണ്ടെങ്കിൽ ഇടുന്നു. അതിനോട് ഞാൻ 2 എണ്ണം വാങ്ങണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2ഉം സെയിം വാങ്ങി. 2 എണ്ണം വേറെ ആയിരുന്നെങ്കിൽ ഒന്ന് എനിക്കും ഒന്ന് ക്യൂട്ടിക്കൂറ അമ്മയ്ക്കും എടുക്കിയിരുന്നു. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ക്യൂട്ടിക്കൂറ അല്ലാതെ വേറെ പൗഡർ ഏതാണെങ്കിലും കുഴപ്പമില്ല. ക്യൂട്ടിക്കൂറ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്നു. ഇപ്പം എനിക്കും അമ്മയ്ക്കും വേറെ വേറെ പൗഡറുണ്ട്. അപ്പം നമുക്ക് പൗഡറും കൂടി ഇടാം. പൗഡറും കോമ്പാക്റ്റും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഐലൈനർ, ഞാൻ ഈ കോമ്പാക്റ്റും പൗഡറും ഇട്ട് കാണിക്കാത്തതിൻ്റെ കാരണം എനിക്ക് ഞാൻ നോക്കുമ്പോൾ കൈ ഫുള്ള് സ്വതന്ത്രമായിരുന്നു. എൻ്റെ അടുത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ബാഗിൻ്റെ സിപ്പൊന്നും അടച്ചില്ല, വരച്ചില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം നമുക്കിനി ഐലൈനർ ഉണ്ട്. ഈ ഫ്രണ്ടിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചോ. ഞാൻ ടൂറിൻ്റെ പ്ലാനിങ് പറഞ്ഞില്ലേ, ടൂറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അപ്പം നമുക്കെന്താ കണ്ണെഴുതാമല്ലോ. കണ്ണെഴുതാം. ഞാൻ അതിന് മുമ്പ് ഐഷാഡ് ഇടാൻ മറന്നു. നമുക്ക് ഐഷാഡും കൂടി ഇട്ടേക്കാം. വെറുതെ ഇതിനെ കുറയ്ക്കുന്നത്. എല്ലാവരോടും മുടി കെട്ടിക്കൊണ്ടൊക്കെ വരാൻ പറഞ്ഞു. എല്ലാവരും പല വിധത്തിൽ വരും. അപ്പം നമ്മൾ മൊത്തം കുറച്ച് ഡീസൻ്റായിട്ട് പോയേക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും കൂടി ഉണ്ട്, അവന്തിക, വൈവ. ഞങ്ങൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ 3ഉം ഒരേപോലെ ഇരിക്കുമ്പോൾ പോകുന്നു. ഞങ്ങൾ 3ഉം കൂടി ഒരേ കളർ മാല, ഒരേ കളർ കമ്മൽ, ഒരേ കളർ ബുഷ്, ഒരേ കളർ വള, ഒരേ വള, അതൊക്കെയാണ്. ഞങ്ങൾ ഓൾറെഡി വള മറ്റേ ഫ്രണ്ട്ഷിപ്പ് ബാൻഡില്ലേ, അത് ഇടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് അവിടെ ഞങ്ങൾ വാങ്ങാൻ ചെന്നപ്പോൾ ആ സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു എൻ്റെ കയ്യിൽ 3 കുപ്പികളുണ്ട്. വള ഞാൻ കാണിച്ചിരുന്നു. ഇതേപോലത്തെ ഞാൻ ആ മിന്നൽ വള പാട്ടിറങ്ങിയ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വള തന്നെ. എന്താണ് സംഭവം, കണ്ടിട്ടില്ലാത്തവർ. ഇതിൻ്റെ 12 എണ്ണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പം അത് പൊട്ടി ഇപ്പം ബാക്കി 5 എണ്ണം കണ്ട് ഇരിപ്പുള്ളൂ. കുപ്പികളായതുകൊണ്ട് ഓരോന്നും താഴെ പോയി കൊടുക്കാം. അപ്പം ഇതേപോലത്തെ 3 വളയാണ് ഇടുന്നത്. ഞങ്ങൾക്ക് 3 പേർക്ക് 3 വള എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സമയം. അപ്പം നമുക്ക് ഐഷാഡ് ഇടണമല്ലേ. എനിക്ക് മറവിയുടെ കുറച്ച് രോഗമുണ്ട്, അതുകൊണ്ട് മറന്നു. ഐഷാഡ് ഇട്ടിട്ട് ഞാൻ വരാം. നമ്മൾ ഐഷാഡ് ഇട്ടു. ഞാൻ ഐഷാഡ് ഇട്ടതും കാണിക്കാത്തത്, ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ഇടുന്നത്. അപ്പം
എനിക്ക് കണ്ണാടി നോക്കലും ഫോൺ നോക്കലും ഒരുമിച്ച് പറ്റത്തില്ല. ഒന്നെങ്കിൽ ഐ ഷാഡോ വേറെ അങ്ങോട്ടേക്കിലൊക്കെ പോവും, അല്ലെങ്കിൽ ഫോൺ താഴെ പോവും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഐ ഷാഡോ ഇട്ടത് കാണിക്കാത്തത്. ഐലൈനർ എഴുതുന്നത് ഞാൻ കാണിച്ചു തരാം. ഫോൺ താഴെ പോയ പണിയും, അതുകൊണ്ട് റിസ്ക് എടുത്ത് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലാതെ എനിക്ക് കാണിക്കാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല ഗൈസ്. അപ്പം അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. കണ്ണാടിയൊക്കെ പോയി. എൻ്റെ സംഭവം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാഗിൽ ഉള്ള സാധനങ്ങളും ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചു. അതാണ് കാണിക്കാൻ പറ്റാത്തത്. ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു, വീഡിയോ എടുക്കേണ്ടതല്ലേ, അപ്പം ബാഗ് പാക്ക് ചെയ്യുന്നത് ഇന്ന് ചെയ്താൽ പോരെന്ന്. അപ്പം അച്ഛൻ ഇന്നലെ പറഞ്ഞു നേരത്തെ ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ, നേരത്തെ എടുത്ത് വെച്ചോളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് സാരമില്ല, അപ്പോൾ എടുത്ത് കാണിച്ചാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം കണ്ണെഴുതിയിട്ട് ഞാൻ ഈ കണ്ണെഴുതാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ലാഗാവും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇതാക്കിയിരുന്നത്. എന്നാലും നമുക്ക് നോക്കാമെന്ന്. ഐലൈനർ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലും കൂടി ഞാൻ പോയിട്ട് എഴുതിയിട്ട് അതും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഓവറായിപ്പോവും. സോറി, ഇത് ലാഗാവുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ എന്തോ വരുന്നു, അതാണ് പ്രശ്നം. ഇതാണ് ഓവർ ലുക്ക്. ഒരു ഫോട്ടോ ഇടാനുണ്ടായിരുന്നു, മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് എഴുതിയത്. ഈ വീഡിയോ എന്നിട്ട് ഇത്ര അലമ്പാൻ കാരണം എന്താണെന്നറിയോ? പുറത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നല്ലേ, ബാക്കിൽ കണ്ടില്ല, ഇപ്പം നല്ല നേരം വിളിച്ച് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ ടൈമിൽ ഫുൾ ഇരുട്ടായിരുന്നു. അപ്പം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എനിക്ക് തണുപ്പ് പറ്റത്തില്ല, ജലദോഷം, മൂക്കുവേദന എടുത്ത് പിന്നെ തലവേദന എടുക്കും. രാവിലെ ഉണ്ടായിരുന്നു എഴുന്നേറ്റ് വന്നപ്പം, പിന്നെ അത് ഞാൻ മൈൻഡാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്നിരുന്നത്. ഇവിടെ ഞാൻ സാധാരണ പുറത്ത് വന്നിട്ടുണ്ടാകും വീഡിയോ എടുക്കാം, നല്ല വെളിച്ചമുണ്ടാകും, അകത്തങ്ങനെ വെളിച്ചമില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്ര അലമ്പായിപ്പോയത്. സോറി ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ വന്നു, ഇതിൻ്റെ ഇടയ്ക്ക് വോയിസ് ഇടയ്ക്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം വീഡിയോ നല്ല ലാഗാവുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ എഴുതി കാണിക്കൂലേ, എന്തോ ഇത്ര ടൈമായി എന്നും പറഞ്ഞ് എഴുതി കാണിക്കില്ല, അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പം വീഡിയോ ആവുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. വോയിസ് കിട്ടാതെ വരുമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വോയിസ് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പാർട്ടായിട്ടിട്ടാൽ ചിലർ ഫസ്റ്റ് പാർട്ട് വേണം, സെക്കൻഡ് പാർട്ട് വേണമല്ലോ. ഇപ്പം തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ടിട്ട്, ഇനിയും ഓരോ പാർട്ടായിട്ടിട്ടാൽ പകുതി ആരും കാണാൻ നിൽക്കില്ല. ആദ്യത്തെ എല്ലാവരും കാണും, പിന്നെ ഉള്ളത് വരുന്നത് കാണൂല. കാരണം ഞാനും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. എല്ലാവരുടെയും വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടായിട്ടിട്ടാൽ ഞാൻ 1-2 പാർട്ടൊക്കെ ഇരുന്ന് കാണും. 3-4 പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണാൻ പോകത്തില്ല. അതുകൊണ്ട് ചിലർ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടാക്കി ചുരുക്കിയിട്ടത്. അപ്പം വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഗേസ്, നമ്മുടെ ഒരുക്കമെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ടൂറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലേ. ട്രിപ്പ് വന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ബോട്ടിങ്, പിന്നെ ഒരു മൂൺ പാർക്ക്, പിന്നെ സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ബേക്കൽ കോട്ട, ഇവിടെയൊക്കെയാണ് പോകുന്നത്. പോയിട്ട് രാവിലെ ഞങ്ങൾ 8 മണിയാകുമ്പോൾ അവിടുന്ന് പുറപ്പെട്ട് 9 മണിയാകുമ്പോൾ തിരിച്ചെത്തും. അതിൻ്റെ ഇടയ്ക്ക് ഡിന്നറ്, ലഞ്ച് അതെല്ലാം അവിടുന്ന് തന്നെയാണ്. ഇവിടുന്ന് നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രസ്സ്, പിന്നെ ഒരു ഷോള്, ഒരു ക്യാപ്പ്, പിന്നെ കുടിക്കാനുള്ള വെള്ളം, പിന്നെ മരുന്നുകൾ വേണമെങ്കിലും എടുക്കാം. ഫോൺ എടുക്കത്തില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞാൻ പുറത്തെടുത്ത് കാണിക്കുന്നില്ല, കാരണം എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലേറ്റാവും. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള 2 ഷോള്, ഒരു എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ജീൻസും ടോപ്പും എടുത്തിട്ടുണ്ട്. എടുക്കുന്നില്ല, ഞാൻ
കടലിൽ ഇറങ്ങുന്നില്ല, ബീച്ചിലൊക്കെ പോകുന്നുണ്ട്, അത് ഞാൻ പറയാൻ മറന്നു. അപ്പം ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് ഉപ്പുവെള്ളം പറ്റത്തില്ല. കഴിഞ്ഞ വർഷത്തെ ട്രിപ്പിന് പോയിട്ട് എനിക്ക് ഉപ്പുവെള്ളം ഒട്ടും പറ്റത്തില്ലായിരുന്നു. ഒന്ന് ചൊറിഞ്ഞ് ഇൻഫെക്ഷൻ അടിച്ചെന്ന് തോന്നുന്നു, എന്തോ ആയിപ്പോയിട്ട് എനിക്ക് പറ്റത്തില്ല, ഉപ്പുവെള്ളം പറ്റില്ല. അതുകൊണ്ട് ഞാൻ കടലിൽ ഇറങ്ങുന്നില്ല, എന്നാലും എടുത്തു. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ കുപ്പി, വെള്ളം, പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, അതൊക്കെയുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനിയും നമ്മൾ കാണിക്കാൻ നിൽക്കുന്നില്ല, കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ ലൈവ് പോട്ടെ, നാളത്തെ വീഡിയോയിൽ പറയാം. ബൈ. കുറച്ചും കൂടി കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഞാൻ 7 മണിയാകുമ്പോൾ ഇറങ്ങും, അപ്പം ടൈം കിട്ടൂല ഗൈസ്. ഇനി ഡ്രസ്സ് മാറണം, നമ്മൾ ഇറങ്ങുന്നത് വരെ കാണിക്കാത്തത് യൂണിഫോം ഇട്ടിട്ട് റീൽസ് വീഡിയോസ് അങ്ങനെ എടുക്കണ്ട, അന്ന് സ്കൂളിൽ നിന്ന് പുതിയ അറിയിപ്പ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുവാണ്. അപ്പം ബാക്കിയുള്ള വിശേഷമൊക്കെ നാളെ പറയാം. ബൈ.